ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മെലാസ്മ മാറാനും പിഗ്മെന്റേഷൻ മാറാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് മാറാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഷൈൻ ആയിട്ടിരിക്കാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും നല്ലതാണ്. പിന്നെ പിഗ്മെന്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ചിലർക്ക് ഫേസ് ഫുള്ളായിട്ട് വരും, ചിലർക്ക് ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ വരും, ചിലർക്ക് ഈ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ വരും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ താഴത്ത് താമസിക്കുന്ന പെണ്ണ് എന്നോട് ഇങ്ങനെ വന്നിച്ച് പറഞ്ഞു, എൻ്റെ ഫേസൊക്കെ നോക്ക് എങ്ങനെയായിട്ടുണ്ടെന്ന്, ഇത് എന്താ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തൊരു ഫേസ് പാക്കാണ് ഇത്. അപ്പോൾ അവൾ ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് മങ്ങൽ വന്നിട്ടുണ്ട്, അതായത് ലൈറ്റ് ആയിട്ടുണ്ട്, അത് കുറേ ഭയങ്കര ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യുക, എങ്കിലേ അത് മാറത്തുള്ളൂ എന്ന്. ഇപ്പം നമ്മൾ ഡോക്ടർക്കൊക്കെ അടുക്ക പോവുകയാണെങ്കിൽ അവർ ക്രീം തരും, അതും അപ്ലൈ ചെയ്താലും പെട്ടെന്നൊന്നും പോകത്തില്ല. പിന്നെ അതിന് ചിലവർക്ക് സൈഡ് എഫക്റ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഡോക്ടർ ഫീസാണെങ്കിലോ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഫീസാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും പോകാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമെന്ന് മാത്രം. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് ഡെയിലി അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ പറ്റാത്തവരാണെങ്കിൽ, അതായത് പിഗ്മെന്റേഷനൊക്കെ കുറച്ച് കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്തില്ലെങ്കിലും ഓരോ ദിവസം ഇടവിട്ടാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യുക. പിന്നെ അതിനേലെ ഒരു എക്സർസൈസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, അത് നിങ്ങൾ ചെയ്യുക. ഈ രണ്ട് കൈയും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഈ 3 വിരലുകളും ഇങ്ങനെ മടക്കുക, ഇങ്ങനെ കൈവയ്ക്കുക. 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഈ 3 വിരലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് ഈ TV ഒക്കെ കാണാനിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഈ 3 വിരലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നമുക്കല്ലേ നീറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ, വേറെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ ഈ എക്സർസൈസ് ചെയ്യുന്നതുകൊണ്ട് പിഗ്മെന്റേഷൻ മാറുക മാത്രമല്ല, നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും സ്മൂത്ത് ആയിട്ടിരിക്കാനായിട്ടും നല്ലതാണ്. പിന്നെ ഏജ് സ്പോട്ട് മാറാനായിട്ടൊക്കെ നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനൊരു പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. അപ്പോൾ ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ബേസൻ പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. ഫേസ് പാക്ക് ഫേസിലും കഴുത്തിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് റോ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഫേസൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം. ഫേസ് മാത്രമല്ല കഴുത്തിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ ഇത് ആഴ്ചയിൽ 2-3 ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ വിടാം, ഒരു 10 മിനിറ്റ്. അത് കഴിയുമ്പോൾ ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നോക്ക്, നല്ല ഡിഫറൻസ് ഒക്കെ ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, പിന്നെ നല്ല ഷൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചെറിയൊരു ഫാമിലിനെ വലിയ ഫാമിലിയായിട്ട് മാറ്റാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.